വെൽക്കം ബാക്ക് ടു sRuchikootu. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൂന്തൽ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്താണ് റെസിപ്പി എന്നല്ലേ? കൂന്തൽ ഫ്രൈ, നാടൻ രീതിയിലുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു കൂന്തൽ ഫ്രൈ ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഞാനൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക, അതാകുമ്പോൾ നല്ല ടേസ്റ്റ്. നാടൻ രീതിയിലുള്ള കൂന്തൽ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, സവാള ഇതിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇപ്പം സവാളയും തക്കാളിയും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്, ഉടഞ്ഞ് ഉണ്ട്, അതോടെ എല്ലാം ലയിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളിടാം. ആദ്യം നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ, കുരുമുളക് ചതച്ചതാണ്, ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മസാല എല്ലാം നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റൗണ്ട് ചെയ്താണെങ്കിൽ റൗണ്ട് ചെയ്തൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസാക്കണമെങ്കിൽ ചെറിയ പീസ്. ഞാനിപ്പോൾ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കൂന്തൽ വേകാനുള്ള വെള്ളം മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വരും കൂന്തലിൽ തന്നെ. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത ശേഷം ഞാനൊരു മൂടി കൊണ്ടൊന്ന് അടച്ചു വെച്ച് തിളക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം. അതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് മൂടണ്ട, ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചത് നമുക്ക് വെള്ളം ഇതിൻ്റെ ഗ്രേവി ഫുള്ള് വറ്റണ വരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും കൂന്തലെല്ലാം നന്നായിട്ട് വെന്തും കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പം നന്നായി ഗ്രേവി എല്ലാം വറ്റി ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കൂന്തൽ പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കൂന്തൽ ഫ്രൈ മസാല നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഏതിൻ്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ റെസിപ്പി ടേസ്റ്റ് ചെയ്യാൻ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത ക്ലോസ് ആയിട്ടുള്ള നെയ്ബേഴ്സ് ആണ്. അവിടുത്തെ പിള്ളേരാണ് വന്നിരിക്കുന്നത്, അനുരാഗും വിവേകും.
വിവേക് ടിക്ടോക്ക് താരമൊക്കെ ആയിരുന്നു. ഇപ്പൊ ടിക്ടോക്ക് നിർത്തി നിരാശനാണ്, ചെറുതായിട്ട് നിരാശരൊക്കെയാണ്. അപ്പൊ ഇവന്മാരോട് തന്നെ നമുക്ക് ചോദിച്ച് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ചോദിച്ചറിയാം. നോക്കിക്കോ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിക്കോ. പീസ് നോക്കി എടുക്കോ. അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ബൈ ഫ്രണ്ട്സ്.